ഫൈനലി 2025 തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്പഡ് ഗെയിം ഇറങ്ങിയോട് കൂടിയിട്ട് തന്നെ എല്ലാ സ്റ്റോർസും ക്രാഷ് ആക്കിയ ഗെയിം യെസ് ഹോളോ നൈറ്റ് സിൽക്ക് സോങ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോളോ നൈറ്റ് സിൽക്ക് സോങ്ങിന് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും. ഞാനൊരു ഗെയിം എൻ്റെലായിട്ട് കളിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 1 ഹവറാണ് ഒരു ഗെയിം കളിച്ചത്. ആ ഒരു 1 ഹവറിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇനിയും ഇതുപോലത്തെ മറ്റു ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഗെയിം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത് സ്ട്രീമേഴ്സിനായിരിക്കും. കാരണം അവർക്ക് സ്ട്രീം ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗെയിം ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീമൊക്കെ ഒന്ന് എൻ്റർടൈനിങ് ആക്കണമെന്ന് തോന്നുന്നുണ്ടോ, ഈ ഒരു ഗെയിം കളിച്ച് നോക്കിയാൽ മതി. എനിക്ക് കളിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒറ്റ വാക്കിൽ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ആൻ അപ്ഗ്രേഡഡ് ഓർ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഹോളോ നൈറ്റ്. നിങ്ങൾ ആ ഹോളോ നൈറ്റ് കളിച്ചിട്ട് ആ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗെയിം ട്രൈ ചെയ്യരുത്. അതല്ല, നിങ്ങൾക്ക് ഹോളോ നൈറ്റ് എന്നൊരു ഗെയിം ഇഷ്ടപ്പെട്ടു, അതിലത്തെ വേൾഡും ആർട്ടും ഡിസൈനും എല്ലാം ഇഷ്ടപ്പെട്ടു, കോമ്പാക്ട് എക്സ്പീരിയൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഹോളോ നൈറ്റ് എന്ന ഗെയിമിൻ്റെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഓൾറെഡി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ ഫുള്ളായിട്ട് കളിച്ച് കഴിഞ്ഞിട്ടില്ല. ഐ തിങ്ക് അറൗണ്ട് 1 or 2 വീക്സിനുള്ളിൽ തന്നെ അത് മൊത്തം ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സിൽക്ക് സോങ് ഇതിൻ്റെ ഒരു ഹൈപ്പെല്ലാം കാരണം ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കിയതാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഹോർനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിനെ തടവിലാക്കിയിട്ട് ഒരു രാജ്യത്തോട് കൊണ്ടുപോവുകയായിരിക്കും. അതിനിടയിൽ വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവിടെ നിന്നാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്ലോട്ട് സ്റ്റോറി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അത് കൂടാണ്ട് ഈ ഹോർനെറ്റ് ആരാണ് എന്താണെന്നൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുള്ള ഒരു ഗെയിം, അതിൻ്റെ ഒരു സ്പോയിലർ ഞാനിപ്പോൾ തന്നെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ട് ഈ ഗെയിമെല്ലാം കളിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഈ ഹോർനെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് ആരാന്നൊക്കെ ഹോളോ നൈറ്റ് കളിച്ചവർക്ക് അറിയാം. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് ഗെയിം തമ്മിൽ കണക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് കളിച്ചാലേ ഇത് കളിക്കാൻ പറ്റുമോ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഗെയിമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഈ ഒരു ഗെയിം കളിച്ച് തുടങ്ങിയപ്പോൾ ഹോളോ നൈറ്റ് കളിക്കുന്നതേ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ആകെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് അതിൻ്റെ വേൾഡ്, അതായത് ഹോളോ നൈറ്റ് ഹേലോ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ആണെങ്കിൽ ഇവിടുത്തെ വേൾഡിൻ്റെ പേര് ഫാർലൂം. പക്ഷെ കുറച്ചങ്ങ് കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ എലമെന്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഒന്നും കൂടി ബ്രൈറ്റർ ആണ്, കളർഫുൾ ആണ്, കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ഹിഡൻ പ്ലേസസ് ഉണ്ട്. ഓരോ സ്ഥലത്തേക്കും ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്നുകൂടി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ NPC ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ഡിസൈൻ, അതായത് NPC ക്യാരക്ടറിന്റെ ഡിസൈനും പേഴ്സണാലിറ്റി ഒക്കെ ഒന്നും കൂടി ഒരു ഇമ്പ്രൂവ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനൊരു ആർട്ടാണ്. ഹോളോൻ്റെ ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും അതിൻ്റെ ഒരു ആർട്ടാണ്. ഒരു എനിമീസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ഡിസൈന്, ബോസസിൻ്റെ ഡിസൈന്, ഒരു വെറൈറ്റി, അതെല്ലാം നല്ല രസമായിട്ട് ഹോളോ നൈറ്റിലുണ്ട്. അതിനേക്കാൾ മികച്ചതായിട്ട് തന്നെ ഹോളോ നൈറ്റ് സിൽക്ക് സോങ്ങിൽ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഓരോ ഡിഫറെൻറ്റ് ലൊക്കേഷൻസും അതിൻ്റെ ഒരു ഡിസൈനും അത് കൂടാണ്ട് അതിൻ്റെ ഒരു തീമെല്ലാം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിലെ മൂവ്മെൻറ്റും കോമ്പാറ്റും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ് ഹോളോ നൈറ്റ് വെച്ച് നോക്കുമ്പോൾ. അഡ്വാൻസ്ഡ് മാത്രമല്ല, കൂടുതൽ സ്കില്ലും വേണം, അത് കൂടാതെ നല്ല ഡിഫിക്കൽറ്റുമാണ്. ഇത് കുറച്ച് കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹോളോ നൈറ്റ് ഒന്നും ഇത്ര ബുദ്ധിമുട്ടില്ലാന്ന്. നല്ല ഡിഫിക്കൽട്ടാണ്. അത് ഞാൻ കുറച്ചേ കളിച്ചിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റും ആ ഒരു ടഫൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. വെറൈറ്റി ഓഫ് എനിമീസ് ഉണ്ട്. ആ വെറൈറ്റി ഓഫ് എനിമീസിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോംപ്ലക്സ് മൂവ് സെറ്റ് എല്ലാം ഉണ്ട്. ഈ സിൽക്ക് സോങ്ങിൻ്റെ കോമ്പാറ്റ് നല്ല രീതിയിൽ ചാലഞ്ചിങ് ആണ് ഹോളോ നൈറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. നല്ല ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. ഹോളോ നൈറ്റ് കളിച്ചവർക്ക് ഓൾറെഡി അറിയാൻ പറ്റും എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഒരു ഗെയിം എന്നുള്ളത്. അതിനേക്കാൾ ഒരു പടി മേലെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഡിഫിക്കൽറ്റി. ഇതിൽ പിന്നെ നമുക്ക് കൂടുതൽ സ്കിൽസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അത് കൂടാണ്ട് വെപ്പൺസ്, അതായത് ടൂൾസ് കുറേ ഉണ്ട്. ആക്ച്വലി ടൂൾസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പല സമയത്തും ആ ടൂൾസ് ഭയങ്കര പവർഫുള്ളും ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹോളോ നൈറ്റിൽ ഡിഫറെൻറ്റ് ചാംസ് ആണ് നമുക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡിഫറെൻറ്റ് ടൂൾസ് ആണ് എക്യുപ്പ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ഒരു ടൂൾസ് അൺലിമിറ്റഡ് അല്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബെഞ്ചിൽ പോയിരിക്കുക. അവിടെ നമുക്ക് ഷാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ ഒരു കോയിൻ പോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. ആ ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് റിസ്റ്റോർ ചെയ്യാൻ പറ്റും. ഹോളോ നൈറ്റിൽ ജിയോ എന്ന് പറഞ്ഞൊരു കറൻസിയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റോസറീസ് എന്ന് പറഞ്ഞിട്ടും അത് കൂടാണ്ട് ഷെൽ ഷാർഡ്സ് എന്ന് പറഞ്ഞ സാധനമാണ് നമുക്ക് എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഈ ഷെൽ ഷാർഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ ടൂൾസ് എല്ലാം റിപ്ലേനിഷ് ചെയ്യുക, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക. പിന്നെ ഈ റോസറീസ് എന്ന് പറയുന്നതാണ് ഇതിലത്തെ ഒരു മെയിൻ കറൻസി. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുക, പലയിടത്തും പോകാൻ പറ്റുക, ബ്രിഡ്ജസ് ഓപ്പൺ ചെയ്യുക, ബെഞ്ച് ഓപ്പൺ ചെയ്യുക. എന്തിന് ഷോപ്പിലോട്ട് പോകണമെങ്കിൽ, അതായത് അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ തന്നെ ഈ റോസറീസ് കൊടുക്കണം. കമ്പാരിറ്റീവ്ലി ഈ ഒരു ഗെയിമിൽ മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് അവർ യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളെ പരമാവധി പൈസ അവർ ഊറ്റുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് എല്ലാ എനിമീസും ഈ റോസറീസ് എന്ന് പറയുന്ന ഒരു കറൻസി ഡ്രോപ്പ് ചെയ്യില്ല. മറ്റേതിൽ നമുക്ക് ജിയോ എന്ന് പറയുന്നത് ഏത് എനിമീസിനെ കൊന്നാലും നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചില സ്പെസിഫിക് ടൈപ്പ് എനിമീസിനെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ റോസറീസ് നമുക്ക് കിട്ടുക. പക്ഷേ ഷെൽ ഷാർഡ്സ് അങ്ങനെയല്ല. ഷെൽ ഷാർഡ്സ് ഓൾമോസ്റ്റ് എല്ലാ എനിമീസിനെ കില്ല് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ പിന്നെ കുറേ സൈഡ് മിഷൻസ്, അതായത് ഒരു ക്വസ്റ്റ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്.
പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കളിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷനാണ്. അത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതെങ്ങനെയുണ്ടെന്നെല്ലാം. ഇതിൽ പ്ലാറ്റ്ഫോമിങ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. അതായത് ഹോളോ നൈറ്റിൽ സ്റ്റാർട്ടിങ്ങിലൊന്നും പ്ലാറ്റ്ഫോമിൽ അത്ര ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് കുറച്ച് കളിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൂടി ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. എന്നാൽ ഈ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അല്ലെങ്കിൽ ഒന്ന് കുറച്ചൊരു ഇനീഷ്യൽ സ്റ്റേജാണ് കഴിഞ്ഞത് മുതൽ തന്നെ പ്ലാറ്റ്ഫോമിംഗ് എല്ലാം അത്യാവശ്യം ഡിഫിക്കൽട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ എബിലിറ്റീസ് ഉണ്ട്, അതായത് ഡാഷിങ്, ഫ്ലോട്ടിങ്, അതുകൂടാതെ ഇനിയും കുറേ അൺലോക്ക് ചെയ്യാനുണ്ട്. ഒന്നും കൂടി കൂടുതൽ കസ്റ്റമൈസേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എസ്പെഷ്യലി മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അതായത് ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് മൂവ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ വെറൈറ്റി മൂവ്മെൻറ്റ്സ് ഒക്കെ എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ക്രസ്റ്റും ടൂൾസും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. അത് പരമാവധി അപ്ഗ്രേഡ് ചെയ്യാനും അത് കൂടുതൽ കളക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ. പിന്നെ ഇതിൽ ഹീലിംഗ് ഒന്നും കൂടി ഫാസ്റ്റാണ്, ഒന്നുകൂടി സിമ്പിളാണ്. മറ്റേ നമുക്ക് കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇതിൽ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യും. അത് കൂടാണ്ട് ഒറ്റ അടിക്ക് തന്നെ നമുക്ക് 3 മാസ്കൊക്കെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഹീലിംഗ് ഇത്തിരി എളുപ്പമാക്കിയെങ്കിലും അതിനെ 2 ഇരട്ടിയാക്കിയിട്ടാണ് എനിമീസിന് അവർ പവർ കൊടുത്തേക്കുന്നത്. ഇതിൽ മാപ്പ് കിട്ടുന്നതൊക്കെ ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നി. മറ്റേ നമ്മൾ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നാലാണ് നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ മാപ്പ് എല്ലാം കിട്ടുക. പക്ഷേ ഇതിൽ സ്റ്റാർട്ടിൽ തന്നെ നമുക്ക് ഈ പൈസ കൊടുത്തിട്ട്, അതായത് ഗ്രോസറീസ് കൊടുത്തിട്ട് മാപ്പ് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ജേണി ഒന്നും കൂടി റെസ്ട്രിക്റ്റഡ് ചെയ്ത പോലെ ഫീൽ ചെയ്ത്, അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ലൈനിൽ കൂടി തന്നെ നമ്മളിങ്ങനെ പോകണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കൂടി പോകണം എന്ന് ഫീൽ ചെയ്ത് എനിക്ക്. കാരണം മറ്റേതിൽ ഫുൾ ഫ്രീഡാണ്, നമുക്ക് നമ്മളെങ്ങനെ പോകുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ജേണി പോവുക. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിലൊന്നും കൂടി ഒന്ന് സ്ട്രൈറ്റ് ഫോർവേഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല, നോക്കാം. ഇതിൽ വളരെ കുറച്ച് ബോസസിനായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അവരുടെ ഒരു എനിമേഷനും അവരുടെ ഡിസൈനും അവരുടെ കോമ്പാക്ട് സ്റ്റൈലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മൊത്തത്തിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലെയും സൗണ്ടും മ്യൂസിക്കൊക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു. അതായത് ആ ഒരു ലോൺലി അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റീരിയസ് വൈബിൽ ഇങ്ങനെ പോകുന്ന സൗണ്ടുകളും കറക്റ്റ് ഒരു ഗെയിമിന് ആപ്റ്റായിട്ട് കൊണ്ടുവന്ന സൗണ്ട് മ്യൂസിക് തന്നെയായിരുന്നു. സോ ഓവറോൾ ഈ ഗെയിം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഹോളോ നൈറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തത്. അതേ സെയിം ടീം തന്നെയാണ്, പ്ലേയിങ് സ്റ്റൈലൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ബോറിംഗ് ആണെന്ന് വെച്ചാൽ കുറച്ച് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മൂവ്മെൻ്റ് ആയാലും കോമ്പാക്ട് എക്സ്പീരിയൻസ് ആയാലും ആർട്ടായാലും സൗണ്ട് ആയാലും ആ ഒരു വേൾഡ്, എനിമീസിൻ്റെ എനിമേഷനും ഡിസൈനും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഗെയിം ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഹാർഡാണ്. കോമ്പാക്റ്റ് ആയാലും ശരി, പ്ലാറ്റ്ഫോമിംഗ് ആയാലും ശരി, എല്ലാം അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊരു പോരായ്മ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് അല്ല. കാരണം പല ആൾക്കാർക്കും ചാലഞ്ചിങ് ഗെയിം ഭയങ്കര ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെല്ലാം തീർച്ചയായിട്ടും ഒരു ഗെയിം ചെക്കൗട്ട് ചെയ്യുക. അതല്ല, നിങ്ങൾക്കൊരു സ്റ്റോറി മോഡിൽ പോകുന്ന റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഇങ്ങനെ കളിച്ച് പോകാൻ പറ്റുന്ന ഗെയിമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ട്രൈ ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് അതിനൊരു പറ്റിയൊരു ഗെയിമല്ല. അപ്പോൾ അത്രയുമാണ് ഇത് കളിച്ചതിന് ശേഷം എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇത് കൂടാണ്ട് ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ ആയിട്ട് ഇടുന്നതിന് പകരം ഈ ഒരു ഗെയിം സ്ട്രീം ചെയ്താലെന്നൊരു പ്ലാൻ ഉണ്ട്. അത് ഇപ്പോൾ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു 3 വ്യൂസാണ് കിട്ടുള്ളൂ. ആ ഒരു 3 വ്യൂസും എൻ്റെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. സോ ഇപ്പോഴല്ല, കുറച്ചൊന്ന് കഴിയട്ടെ. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ ഹോളോ നൈറ്റ് കളിക്കുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ ഇടും. അതിന് ശേഷം ഇനി ട്രിപ്പിൾ എ ഗെയിംസ് കുറേ കളിക്കാനുണ്ട്. അപ്പോൾ അത് കളിച്ച് അതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ട് മേ ബി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹോളോ നൈറ്റ് സിൽക്ക് സോങ് വേണമെങ്കിൽ ഒന്ന് സ്ട്രീം ചെയ്യാം. അപ്പോൾ എന്തായാലും അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് കൂടാണ്ട് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെന്നൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ മിക്കവാറും ഹോളോ നൈറ്റിന് റിവ്യൂ ആയിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.